simple ആയിട്ട് പറഞ്ഞാൽ binary operation on a set is a function from binary operation on a set capital A is a function from A cross A to A, that is star is from A cross A to A, that is every ordered pair of AB in A cross A is mapped to a single element in A. അല്ലേ, ഒരു സെറ്റിനകത്ത് എ എന്ന സെറ്റിനകത്ത് സ്റ്റാർ എന്ന ഓപ്പറേഷനെ ബൈനറി ഓപ്പറേഷൻ എന്ന് വിളിക്കണമെങ്കിൽ എ എന്ന സെറ്റിലെ ഏത് രണ്ട് എലമെന്റ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്താലും കിട്ടുന്ന ആൻസർ എയിൽ തന്നെ ഉണ്ടാവണം. ശരിയല്ലേ? എ എന്ന സെറ്റിലെ ഏത് രണ്ട് എലമെന്റ്സ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്താലും കിട്ടുന്ന ഒരു ഓപ്പറേഷൻ വഴി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും ആ സെറ്റിൽ തന്നെ ഉണ്ടെങ്കിൽ ആ സെറ്റിനകത്ത് ഈ ഓപ്പറേഷൻ ബൈനറി ഓപ്പറേഷൻ ആണെന്ന് പറയും. അല്ലേ? ഇപ്പൊ നാച്ചുറൽ നമ്പർ സെറ്റ് എടുത്ത് നാച്ചുറൽ നമ്പർ സെറ്റിനകത്ത് അഡീഷൻ ബൈനറി ഓപ്പറേഷൻ ആണോ? ഏത് രണ്ട് നാച്ചുറൽ നമ്പർ എടുത്ത് ആഡ് ചെയ്താലും നാച്ചുറൽ നമ്പർ തന്നെ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ എന്താ വരിക? അഡീഷൻ ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ. അല്ലേ? അല്ലേ? അഡീഷൻ ഈസ് എ അല്ലെ, അഡീഷൻ പ്ലസ് ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഓപ്പറേഷൻ ഓൺ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ ഡിനോട്ട് ചെയ്യുന്ന സെറ്റ് എന്നല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ആണോ? ഏത് രണ്ട് നാച്ചുറൽ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ എടുത്താലും എന്തായിരിക്കും? അതൊരു ബൈനറി ഓപ്പറേഷൻ ആയിരിക്കും. അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഓൾസോ എ ബൈനറി ഓപ്പറേഷൻ on set of all natural number sets. പിന്നെയോ ഈ സബ്ട്രാക്ഷൻ ബൈനറി ഓപ്പറേഷൻ ആണോ? ഞാൻ പറഞ്ഞു ഒരു സെറ്റിനകത്ത് ഒരു ഓപ്പറേഷൻ അല്ലേ, ഒരു സെറ്റിനകത്ത് ഒരു സെറ്റ് ഉണ്ട്, ഒരു സെറ്റിനകത്ത് എ എന്ന സെറ്റ്, ഈ സെറ്റിനകത്തുള്ള രണ്ട് എലമെന്റ്സ് എയും ബിയും എടുത്ത് അവയെ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും ആ സെറ്റ് തന്നെ ഉണ്ടെങ്കിൽ ആ സെറ്റിനകത്ത് ഓപ്പറേഷൻ ബൈനറി ഓപ്പറേഷൻ ആവും. ഇപ്പൊ നാച്ചുറൽ നമ്പർ സെറ്റിൽ ഏതെങ്കിലും രണ്ട് എലമെന്റ്സ് എടുത്ത് സബ്ട്രാക്ട് ചെയ്ത് നോക്കിയേ, അവിടെ കിട്ടുന്ന ആൻസർ എല്ലാം അതിനകത്ത് തന്നെ ഉണ്ടാവും. 5 ന്ന് 2 സബ്ട്രാക്ട് ചെയ്താൽ 3 ഉണ്ടാവും. പക്ഷെ 3 ന്ന് 5 സബ്ട്രാക്ട് ചെയ്താലോ ആ ആൻസർ എന്താ? -2. -2 നാച്ചുറൽ നമ്പർ സെറ്റിൽ ഇല്ലല്ലോ. അപ്പോ സബ്ട്രാക്ഷൻ ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ. അല്ലെ? സബ്ട്രാക്ഷൻ ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ ഓൺ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ. Not a binary operation on set of all natural numbers. ശരിയാണോ? next day algebraic systems. What is an algebraic system? An algebraic system is a set together with one or more binary operations. ഒരു സിസ്റ്റം ആണ് അല്ലേ? എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ സ്കൂളും കോളേജും എല്ലാം കൂടെ ഒരുമിച്ച് ചേരുന്നതാണ്. അതുപോലെ ഒരു ആൾജിബ്രൈക് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു സെറ്റും അതിനോട് ചേർന്ന് കുറെ ഓപ്പറേഷൻസ് അല്ലെ, അങ്ങനെ ചേരുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ, അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിനെയാണ് ആൾജിബ്രൈക് സിസ്റ്റം എന്ന് പറയുന്നത്. സെറ്റും കുറെ ബൈനറി ഓപ്പറേഷൻ ചേരുന്നതിനെയാണ് നമ്മൾ ആൾജിബ്രൈക് സിസ്റ്റം എന്ന് പറയുന്നത്. ആൾജിബ്രൈക് സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ ആൾജിബ്ര എന്നും പറയാം. An algebraic system is a system consisting of
A non-empty set capital A and one or more binary operations on the set A. നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? It is denoted by സെറ്റ് എഴുതും, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിളിനകത്ത് എഴുതാൻ. ഇപ്പം ബൈനറി ഓപ്പറേഷൻസ് F1 F2 ഒക്കെ ബൈനറി ഓപ്പറേഷൻസ് ആണ് ഇങ്ങനെ എഴുതും. A, F1, F2 എക്സെട്ര. എത്ര രണ്ടോ സാധാരണ നമുക്ക് ഒരെണ്ണം ഉള്ളത് ഗ്രൂപ്പും രണ്ടെണ്ണം ഉള്ള റിംഗ് ഒക്കെ നമുക്ക് പഠിക്കാനുള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. ജനറൽ ആയിട്ട് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. Algebraic system is a system consisting of a non-empty set A together with one or more binary operations on A. where F1, F2 etc. Fn എന്ന് പറഞ്ഞാൽ F1, F2 etc. are operations on A, are binary operations on A. The algebraic system. An algebraic structure is an algebraic system A, F1, F2, etc. പിന്നെ R1, R2 എന്താണ്? The relations ആണ് ഉദ്ദേശിക്കുന്നത്. വേറെ അതായത് algebraic സിസ്റ്റത്തിനോടൊപ്പം കുറച്ച് റിലേഷൻസും കൂടി വരുന്നതാണ്. വേറെ addition to operations. addition എന്നുള്ളതല്ല, addition നമുക്ക് F1, F2 ലൊക്കെ വരും. operations Fi ക്ക് പുറമെ the relations Ri are defined on A. ഇതുകൂടി അറിയാമെങ്കിൽ നമുക്ക് ആ സ്ട്രക്ചർ, നമുക്ക് ആ സെറ്റിന്റെ സ്ട്രക്ചർ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോ ആൾജിബ്രൈക് സ്ട്രക്ചറിനെ, ആൾജിബ്രൈക് സിസ്റ്റത്തിന് നമ്മൾ സെമി ഗ്രൂപ്പ്, മോണോയിഡ് ഗ്രൂപ്പ്, ബൂളിയൻ ആൾജിബ്ര, റിംഗ് ഒക്കെ ആൾജിബ്രൈക് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. നമ്മൾ വഴിയെ പഠിക്കും ആൾജിബ്രൈക് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആയിട്ട്. എക്സാമ്പിൾ സെമി ഗ്രൂപ്പ് ഇതാണെന്ന് വഴിയെ പറയും. മോണോയിഡ് ഗ്രൂപ്പ്, ബൂളിയൻ ആൾജിബ്ര, റിംഗ്. ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. കാര്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല ഇതുവരെ. വേറെ ഒന്നുമില്ല, ഒരു സെറ്റും ഒരു ഒന്നോ രണ്ടോ ഓപ്പറേഷൻസും കൂടി ചേരുന്നതിനെയാണ് ആൾജിബ്രൈക് സിസ്റ്റംസ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഈ സിസ്റ്റത്തിനകത്ത്, ഒരു ആൾജിബ്രൈക് സിസ്റ്റത്തിനകത്ത് അഡീഷണൽ ആയിട്ട് കുറെ റിലേഷൻസ് കൂടി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ആൾജിബ്രൈക് സ്ട്രക്ചർ ആയിട്ട് മാറും.
അപ്പോൾ അത് ജനറൽ പ്രോപ്പർട്ടീസ്, അത് നമ്മുടെ പ്രത്യേകം സിലബസിൽ എടുത്തു പറയുന്നുണ്ട് ജനറൽ പ്രോപ്പർട്ടീസ് എന്നൊക്കെ. ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചുകൂടുന്നില്ല. ജനറൽ പ്രോപ്പർട്ടീസ് ഫോർ ആൻ ആൾജിബ്രൈക് സിസ്റ്റം. Let capital A be a non-empty set. Capital A be a non-empty set and addition ആണ് പ്ലസ് ഉദ്ദേശിക്കുന്നത്, ആൻഡ് ഡോട്ട് ഉദ്ദേശിക്കുന്നത് അല്ല. അപ്പൊ അഡീഷനും മൾട്ടിപ്ലിക്കേഷൻ, ഞാനിവിടെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും എടുത്തുന്നത് സ്പെസിഫൈ ചെയ്ത് എടുക്കുന്നേ ഉള്ളൂ. അതിന് പകരം ഏത് ഓപ്പറേഷൻസ് വേണം വരാം അവിടെ, അങ്ങനെയാണ് ഉദ്ദേശിക്കേണ്ടത്. അപ്പോ നോട്ട് അങ്ങനെ നോട്ട് നെസസറിലി the usual addition and multiplication ബി അഡീഷനും പ്ലസ് ആൻഡ് ഡോട്ട് ബി എനി ഏതോ രണ്ടെണ്ണം, ബി എനി ടു ക്ലോസ്ഡ് ബൈനറി ഓപ്പറേഷൻസ്. ഇനി ടു ക്ലോസ്ഡ് ബൈനറി ഓപ്പറേഷൻസ് എന്ന് വെച്ചാൽ ബൈനറി ഓപ്പറേഷൻ എന്ന വാക്ക് ഉപയോഗിച്ചാൽ മതി. കാരണം ക്ലോസ്ഡ് എന്ന് വെച്ചാൽ ഒരു സെറ്റിനകത്ത് ഒരു ഓപ്പറേഷൻ ക്ലോസ്ഡ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സെറ്റിനകത്തുള്ള ഏത് രണ്ട് എലമെന്റ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും കിട്ടുന്ന ആൻസർ ആ സെറ്റിനകത്ത് ഉണ്ടാവണം. അപ്പോഴാണ് ആ സെറ്റ് ആ ഓപ്പറേഷനിൽ ക്ലോസ്ഡ് ആവണം. അപ്പോ എനി ടു പ്ലസ് ആൻഡ് ഡോട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യണം. ബി എനി ടു ക്ലോസ്ഡ്, പ്ലസിനും ഡോട്ടിനും വരെ എന്ത് വേണമാവാം. ബി എനി ടു ക്ലോസ്ഡ് ബൈനറി ഓപ്പറേഷൻസ് ഓൺ എ, then for elements, then for any elements small a, b, c of capital A, we have one associative property for plus. A plus b plus c associativity അറിയാലോ. A plus b plus c ഇതാണ് associativity. രണ്ട് അങ്ങനെ പ്രോപ്പർട്ടി ഉണ്ടാവും. കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി എല്ലാത്തിലും ഉണ്ടാവണമെന്നില്ല, അത് നമ്മൾ വഴിയെ പറയും. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഫോർ പ്ലസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്യുമ്പോൾ സെയിം വരണം. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് സി. ഏത് രണ്ട് എലമെന്റ് എടുത്താലും ശരിയാവണം. ഐഡന്റിറ്റി എലമെന്റ് സീറോ ഫോർ പ്ലസ്. സീറോ എന്ന് ഉദ്ദേശിക്കുന്നത് അഡീഷൻ ഐഡന്റിറ്റി ആണ്. നമ്മളെപ്പോഴും സീറോ, ഒരു എലമെന്റിനെ സീറോനെ ആഡ് ചെയ്യുമ്പോൾ അതേ എലമെന്റ് വരുമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ അത് 1 ആവും. അഡീഷൻ ആണെന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ എഴുതുന്നത്. there exist associative property, commutative property, identity element 0 4. അഡീഷൻ ആണെങ്കിൽ there exist a element there exist zero element of A such that
for any a in a plus 0 is equal to a is equal to 0 plus. Fourth property, inverse element under addition. There exist a identity element. ഇൻവേഴ്സ് എന്ന് വെച്ചാൽ ഒരു എലമെന്റിനെ വേറെ ഏത് എലമെന്റ് കൊണ്ട് ആഡ് ചെയ്യുമ്പോഴാണ് ഐഡന്റിറ്റി കിട്ടാൻ നോക്കുക. അപ്പോഴാണ് രണ്ടാമത്തെ എലമെന്റിനെ ആദ്യത്തെ എലമെന്റിന്റെ ഇൻവേഴ്സ് എന്ന് വിളിക്കും, തിരിച്ചും വിളിക്കും. ഒരു എലമെന്റിനെ രണ്ടാമത്തെ എലമെന്റ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എലമെന്റിനെ സെക്കൻഡ് എലമെന്റ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഐഡന്റിറ്റി കിട്ടിയാൽ സെക്കൻഡ് എലമെന്റ് ഇസ് കാൾഡ് ഇൻവേഴ്സ് ഓഫ് ഫസ്റ്റ് എലമെന്റ്. തിരിച്ചും പറയാം, there exists a identity element zero element of A inverse element for each inverse element ആണല്ലോ. For each small a belongs to capital A, there exists an element B element of A. നമ്മളിതിനെ അഡീഷൻ ആയതാണ് ഓപ്പറേഷനിൽ കോൾഡ്. അപ്പോൾ ബിനെ എനെ ആരെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത സീറോ കിട്ടുള്ളൂ, മൈനസ് എ. അപ്പോൾ കോൾഡ് നെഗറ്റീവ് ഓഫ് ബി എ എന്ന് വിളിക്കാം. കോൾഡ് ദ നെഗറ്റീവ് ഓഫ് ബിനെ the negative of such that a plus b is equal to b plus a is equal to 0. Associativity property 4. ഇത്രയും നാലെണ്ണം അഡീഷന്റെ കാര്യം പറഞ്ഞേ. ഞാൻ ഇനി അടുത്ത് രണ്ടാമത്തെ ഓപ്പറേഷൻ ഡോട്ടിന്റെ കാര്യം പറയാണ്. അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി 4 ഡോട്ട്. അതെന്തായിരിക്കും? എ ഡോട്ട് ബി, നേരത്തെ പ്ലസ് അല്ലേ പറഞ്ഞേ, എ ഡോട്ട് ബി ഡോട്ട് സി ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡോട്ട് സി. അടുത്ത് കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി. Commutativity property 4 dot. അത് a dot b is equal to b dot a. കമ്മ്യൂട്ടേറ്റീവ് അല്ലേ? സെവൻത് ഐഡന്റിറ്റി എലമെന്റ്സ് 1 4 dots. അതായത് a dot 1 is equal to 1 dot a is equal to a. Distributive law of dot over plus. ഒരു പുതിയ പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂട്ടീവ് ലാ. ഒന്ന് ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ഉണ്ട്. എ ഡോട്ട് ബി പ്ലസ് സി ഈക്വൽ ടു എ ഡോട്ട് ബി
പ്ലസ് എ ഡോട്ട് സി. മറ്റൊരെണ്ണം റൈറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ബി പ്ലസ് സി ഡോട്ട് എ, ബി ഡോട്ട് എ പ്ലസ് സി ഡോട്ട് എ. Ninth property, cancellation property. A dot B is equal to A dot C. ആണെങ്കിൽ രണ്ട് സൈഡ് എ കട്ട് ചെയ്യുക, അതിന് ക്യാൻസൽ ചെയ്യും, ലെഫ്റ്റ് സൈഡ് ക്യാൻസൽ ചെയ്യും. Called B is equal to C. Provided A not equal to 0. Idempotent property. A plus A is equal to A dot A is equal to A. അപ്പോൾ ഇതെല്ലാം ഓരോരോ പേര് പറഞ്ഞ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞതേ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഫോർ അഡീഷൻ, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഫോർ അഡീഷൻ, ഐഡന്റിറ്റി പ്രോപ്പർട്ടി ഫോർ അഡീഷൻ, ഇൻവേഴ്സ് പ്രോപ്പർട്ടി ഫോർ അഡീഷൻ, ഐസോസിയേറ്റീവ് പ്രോപ്പർട്ടി, പിന്നെ എല്ലാം മൾട്ടിപ്ലിക്കേഷൻ, ഇതെല്ലാം. ഇപ്പോ ഏതെങ്കിലും സെറ്റിന് ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യോ? എല്ലാം സാറ്റിസ്ഫൈ സെറ്റുകളൊക്കെ ഉണ്ടല്ലേ. ലാസ്റ്റ് പ്രോപ്പർട്ടി എ പ്ലസ് എ കിട്ടണം, എ ഇൻറ്റു എ കിട്ടണം. എല്ലാ എലമെന്റ്സിനും അത് കിട്ടൂലല്ലോ. അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. ബാക്കി 9 പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ, നമ്മൾ ഏറ്റവും ഇൻറ്റിജർ സെറ്റ് എടുത്താലും സാറ്റിസ്ഫൈ ആവുമല്ലോ. എല്ലാ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ആവും. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് ഒന്ന് set of all integers under addition and multiplication. Satisfies integer set നല്ല ധാരണയുള്ളവരല്ലേ നമ്മൾ. satisfies all properties. മുകളിൽ പറഞ്ഞ എല്ലാ പ്രോപ്പർട്ടിയും പറ്റും, പക്ഷെ ലാസ്റ്റ് പറ്റത്തില്ല, ഐഡംപൊട്ടന്റ് പറ്റത്തില്ല, എക്സെപ്റ്റ് 10. നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട സെഷനിലോട്ട് പോകാം. ഫസ്റ്റ് ഞാൻ ഗ്രൂപ്പ് പറയുകയാണ്. ഗ്രൂപ്പ്, വാട്ട് ഈസ് എ ഗ്രൂപ്പ്? ഗ്രൂപ്പ് ഈസ് എ നോൺ-എംപ്റ്റി സെറ്റ് G together with one single binary operation ആണ്. A group is a group algebra system ആണ്. ഗ്രൂപ്പ് ഈസ് എ ഇങ്ങനെ, ഗ്രൂപ്പ് G star is a non-empty set എന്ന് എഴുതാം.
A group is a non-empty set. It's a non-empty set G. Say non-empty set capital G together with a binary operation star satisfying following four conditions. ഒരു സെറ്റും അതിനോട് ചേർന്ന ബൈനറി ഓപ്പറേഷൻ ഒരു സെറ്റും ഒരു ഓപ്പറേഷനും ചേർന്ന സിസ്റ്റം 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഗ്രൂപ്പ് ആവുന്നത്. ഒന്ന്, സ്റ്റാർ ഈസ് ബൈനറി ഓൺ ജി. ബൈനറി ഓൺ ജി എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? ദാറ്റ് ഈസ് ഇത്രയേ ഉള്ളൂ, എ സ്റ്റാർ ബി എലമെന്റ് ഓഫ് ജി ഫോർ ഓൾ എ കോമ ബി എലമെന്റ് ഓഫ് ജി. ജിക്കകത്തുള്ള ഏത് രണ്ട് സെറ്റ് എലമെന്റ്സ് എടുത്താലും, ജി എന്ന സെറ്റിനകത്തുള്ള ഏത് രണ്ട് എലമെന്റ്സ് എടുത്താലും അവയെ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ജിക്കകത്ത് തന്നെ ഉണ്ടാവണം. നമ്പർ 2, സ്റ്റാർ ഈസ് അസോസിയേറ്റീവ് ഓൺ ജി. എന്ന് വെച്ചാല് എ സ്റ്റാർ ബി സ്റ്റാർ സിയും എ സ്റ്റാർ ബി സ്റ്റാർ സിയും സെയിം ആയിരിക്കാം ഫോർ ഓൾ എ കോമ ബി എലമെന്റ് ഓഫ് ജി. Third, identity element is exist in G. Identity element, small e element of G exists in G. That is and meaning ഇത്രയേ ഉള്ളൂ. That is for every x belongs to G. ജിക്കകത്തുള്ള ഏത് എലമെന്റ് എടുത്താലും അതാണ് every x എന്ന് വെച്ചിരിക്കുന്നത്. There exists an element. There exists an element small e belongs to G such that x star e is equal to x is equal to e star x. അതായത് എക്സിനെ ഇ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും ഇനെ എക്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും എക്സ് തന്നെ വരണം. അങ്ങനെ ഒരു ഈ ഐഡന്റിറ്റി ഒരു ഫിക്സഡ് എലമെന്റ് ജിയിൽ ഉണ്ടാവണം. ദാറ്റ് പർട്ടിക്കുലർ ഇ ഈസ് കോൾഡ് ഐഡന്റിറ്റി എലമെന്റ് ഓഫ് ജി. ഐഡന്റിറ്റി എലമെന്റ് ഓഫ് ജി. അടുത്ത് ഫോർത്ത് കണ്ടീഷൻ. Fourth condition, inverse property hold ചെയ്യണം. Inverse property hold ചെയ്യണം. Inverse property എന്ന് പറഞ്ഞാൽ ഓരോ എലമെന്റും for each small a belongs to G, there exists a dash belongs to G such that a star a dash is equal to identity element is equal to a dash star a. In this case a dash is called inverse of a in G. Called inverse of a in G. So inverse property satisfied. അതായത് ഒരു എലമെന്റ് ഐഡന്റിറ്റി എലമെന്റ് കിട്ടണം. എ എന്ന എലമെന്റിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എന്താണ്, എനെ ഏത് എലമെന്റ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ഐഡന്റിറ്റി എലമെന്റ് കിട്ടുക നോക്കുക. ആ രണ്ടാമത്തെ എലമെന്റിനാണ് ഫസ്റ്റ് എലമെന്റിന്റെ ഇൻവേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോ വി ഡിനോട്ട് ഇങ്ങനെ ജി കോമ സ്റ്റാർ ഒരു പർട്ടിക്കുലർ ആൾജിബ്രൈക് സ്ട്രക്ചറിന്റെ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ ആണ്. ആൾജിബ്രൈക് സിസ്റ്റത്തിന് അല്ലേ, algebraic system in a particular example group G star as a group.
ഒരു സെറ്റും, ഇപ്പോൾ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു സെറ്റും ഒരു ഓപ്പറേഷനും ചേർന്ന സിസ്റ്റം 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഏതൊക്കെ? ക്ലോഷർ പ്രോപ്പർട്ടി. പിന്നെ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയും, ബൈനറി അല്ലെങ്കിൽ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് വിളിക്കും. ബൈനറി ഓപ്പറേഷൻ ആയിരിക്കണം ആ ഓപ്പറേഷൻ, ആ സെറ്റിനകത്ത് ബൈനറി ഓപ്പറേഷൻ ആയിരിക്കണം. എന്ന് വെച്ചാൽ മീനിങ് എന്താ? ഇതിന്റെ മീനിങ് എന്താ? ജിയിൽ നിന്ന്, ഇപ്പൊ ഫോർ ഓൾ എ കോമ ബി എലമെന്റ് ഓഫ് ജി എന്ന് വെച്ചാൽ ജിയിൽ നിന്ന് ഏത് 2 എലമെന്റ് എടുത്താലും അവയെ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആ ജിക്കകത്ത് ഉണ്ടായിരിക്കണം. അതിനെ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയും. അസോസിയേറ്റീവ് ആയിരിക്കണം. ഏത് 3 എലമെന്റ് എടുത്താലും ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ഒരു ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യണം. എന്താണ് ഐഡന്റിറ്റി എലമെന്റിന്റെ പ്രത്യേകത? ഏത് എലമെന്റ് ജിയിൽ നിന്ന് എടുത്താലും ഈ ഐഡന്റിറ്റി എലമെന്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതേ എലമെന്റ് തന്നെ കിട്ടണം. ദാറ്റ് ഈസ് കോൾഡ് ഐഡന്റിറ്റി എലമെന്റ് ഓഫ് ജി. പിന്നെ ഇൻവേഴ്സ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ് ഇൻവേഴ്സ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ജിയിലെ ഓരോ എലമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് മറ്റൊരു എലമെന്റ് ഉണ്ടാവും. ഈ എ എന്ന എലമെന്റിനെ എ ഡാഷ് എന്ന എലമെന്റ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഐഡന്റിറ്റി കിട്ടുന്ന രീതിയിൽ ഒരു എ ഡാഷ് ഉണ്ടാവും. ദാറ്റ് എ ഡാഷ് ഈസ് കോൾഡ് ഇൻവേഴ്സ് ഓഫ് എ ഇൻ ജി. ഈ 4 കണ്ടീഷനും ഉള്ള സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാലേ നമുക്ക് സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് അഡീഷൻ എന്ന ഓപ്പറേഷനിലെ ഗ്രൂപ്പാണോ? ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പറയാം. നമ്മൾ ഗ്രൂപ്പിന്റെ ഡെഫിനിഷൻ പറഞ്ഞല്ലോ. എത്ര കണ്ടീഷൻ ഉണ്ട്? 4 കണ്ടീഷൻ ഉണ്ട്. ഇതിൽ ആദ്യത്തെ 2 കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെ നമ്മൾ സെമി ഗ്രൂപ്പ് എന്നും, ഫസ്റ്റ് 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെ മോണോയിഡ് എന്നും വിളിക്കും. അപ്പോൾ സെമി ഗ്രൂപ്പ് എന്നത് പകുതി ഗ്രൂപ്പ് അല്ലേ? സെമി 4 കണ്ടീഷനിൽ 2 സാറ്റിസ്ഫൈ ചെയ്താൽ സെമി ഗ്രൂപ്പ് ആവും അല്ലെ? അപ്പോൾ എന്താണ് സെമി ഗ്രൂപ്പ്? സെമി ഗ്രൂപ്പ് എന്താ? സെമി ഗ്രൂപ്പ് എന്താ? എ an algebraic system അല്ലെ? an algebraic system G, star satisfies ഏതൊക്കെ? Number 1, star is binary on G. Number 2, star is associative on G. Then this system is called a semi group. എന്താ മോണോയിഡ്? ഫസ്റ്റ് 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെ? an algebraic system, G, star satisfies എന്തൊക്കെ വേണം? ബൈനറി വേണം, പിന്നെന്ത് വേണം? അസോസിയേറ്റീവ് വേണം, പിന്നെന്ത് വേണം? തേർഡ് 3 കണ്ടീഷൻ വേണം. ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യണം അല്ലെ? ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യണം. ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ഇൻ ജി. ഈ 3 കണ്ടീഷൻ ഉണ്ടെങ്കിൽ then this algebraic system is called monoid. അപ്പോൾ ഒരു ആൽജിബ്രൈക് സിസ്റ്റം എപ്പോഴാണ് ഗ്രൂപ്പ് ആവണത്, എപ്പോഴാണ് സെമി ഗ്രൂപ്പ് ആവണത്, എപ്പോഴാണ് മോണോയിഡ് ആവണമെന്ന് മനസ്സിലായല്ലോ. ഒരു സെറ്റും അതിനോട് ചേർന്ന ഓപ്പറേഷനും അല്ലെ? ഒരു സെറ്റും അതിനോട് എന്താ? ഒരു സെറ്റും അതിനോട് ചേർന്നൊരു ഓപ്പറേഷനും, സെറ്റും ഓപ്പറേഷനും ചേർന്ന സിസ്റ്റം ബൈനറി ആവുകയും അസോസിയേറ്റീവ് ആവുകയും ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുകയും ഇൻവേഴ്സ് എലമെന്റ് ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഗ്രൂപ്പ് ആവുന്നത്.
ആദ്യത്തെ രണ്ട് കണ്ടീഷൻ ബൈനറി അസോസിയേറ്റീവ് മാത്രമാകുമ്പോഴാണ് സെമി ഗ്രൂപ്പ് ആവുന്നത് അല്ലെ. ഇനി ഫസ്റ്റ് മൂന്ന് കണ്ടീഷൻ ബൈനറിയും അസോസിയേറ്റിവിറ്റിയും ഐഡന്റിറ്റി പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് എന്താവുന്നത് മോണോയിഡ് ആവുന്നത്. ഇനി എക്സാമ്പിൾ നോക്കാം. നമ്മൾ അപ്പൊ ആദ്യം സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കാം. നാച്ചുറൽ നമ്പർ അഡീഷണൽ ഓപ്പറേഷനിലെ ഗ്രൂപ്പ് ആണോ സെമി ഗ്രൂപ്പ് ആണോ മോണോയിഡ് ആണോ? ഇപ്പൊ ഗ്രൂപ്പ് ആയാലും എല്ലാം ആവും അല്ലെ. ഇപ്പൊ ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ പിന്നെ വേറെ മോണോയിഡ് സെമി ഗ്രൂപ്പും പ്രത്യേകം ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഗ്രൂപ്പിന് 4 കണ്ടീഷന്റെ എണ്ണം കൂടുതലാണ്. ഇപ്പൊ ഗ്രൂപ്പ് ആണെങ്കിൽ ഉറപ്പായിട്ട് മോണോയിഡും ആയിരിക്കും സെമി ഗ്രൂപ്പും ആയിരിക്കും. ഇത് രണ്ടും ആയിട്ടില്ല അങ്ങോട്ട് വരണത്. ഇനി നാച്ചുറൽ നമ്പർ സെറ്റിനകത്ത് അഡീഷണൽ ഓപ്പറേഷൻ ബൈനറി ആണോ? നാച്ചുറൽ നമ്പർ സെറ്റിനകത്ത് അഡീഷണൽ ഓപ്പറേഷൻ ബൈനറി ആണോ എന്ന് അറിയാൻ എന്ത് മതി? ഒരു സെറ്റിനകത്ത് ഒരു ഓപ്പറേഷൻ ബൈനറി ആണെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ആ സെറ്റിനകത്തുള്ള ഏത് രണ്ട് എലമെന്റ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്താൽ ആ ഓപ്പറേഷൻ വഴി ഓപ്പറേറ്റ് ചെയ്താലും കിട്ടുന്ന ആൻസർ ആ സെറ്റിനകത്ത് ഉണ്ടാവണം. നാച്ചുറൽ നമ്പർ സെറ്റിനകത്ത് അഡീഷണൽ ഓപ്പറേഷൻ ബൈനറി ആണോ? നാച്ചുറൽ നമ്പർ സെറ്റിലെ ഏത് രണ്ട് നാച്ചുറൽ നമ്പർ എടുത്ത് ആഡ് ചെയ്താലും നാച്ചുറൽ നമ്പർ തന്നെ കിട്ടും. അതുകൊണ്ട് അഡീഷണൽ ഓപ്പറേഷൻ ബൈനറി ആണ് അല്ലെ. വി ഹാവ് സം of any two natural numbers. Sum of any two natural numbers is again a natural number. അല്ലേ? മാത്തമാറ്റിക്കൽ എങ്ങനെ എഴുതാം ഇതിനെ? That is x plus y element of n for every x, y belongs to n. അല്ലെ, എന്നിനകത്തുള്ള ഏത് എക്സും വൈയും എടുത്താൽ അവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ആ കിട്ടുന്ന ആൻസർ എന്നിനകത്ത് ഉണ്ടാവും. Therefore addition is closed on n അല്ലെങ്കിൽ ബൈനറി ഓൺ n. ക്ലോസ്ഡ് എന്ന വാക്ക് ഉപയോഗിക്കാം, ബൈനറി ആണെന്ന വാക്ക് ഉപയോഗിക്കാം. ഇനി സെക്കൻഡ് എന്ത് വേണം? അസോസിയേറ്റീവ് ആണോ? അല്ലെ, ഏത് 3 എലമെന്റ് എടുത്താലും for any x, y, z, എക്സും വൈ ഇസഡ് നാച്ചുറൽ നമ്പേഴ്സിലെ ഏത് 3 എലമെന്റ് വേണോ? അല്ലാതെ ഫിക്സഡ് അല്ല കേട്ടല്ലോ. അല്ലെങ്കിൽ ഫിക്സഡ് ആണെങ്കിൽ നമ്മൾ 1, 2, 3 എടുത്താൽ പോലെയായിരുന്നു. എക്സും വൈ ഇസഡ് ആകുമ്പോൾ എക്സിനും വൈക്കും ഇസഡിന് പോലെ 1, 2, 3, 4, 5 ഏത് നാച്ചുറൽ നമ്പർ വേണോ കൊടുക്കാം. We can easily see that. ഏതാ? x plus y plus z ഉം x plus y plus z ഉം സെയിം ആയിരിക്കും അല്ലെ. ഏത് 3 എലമെന്റ്സ് എടുത്താലും ശരിയാവും. അപ്പോൾ എന്താവും? Therefore addition is associative. അഡിഷൻ ക്ലോസ്ഡ് ആയി, അഡിഷൻ അസോസിയേറ്റീവ് ആയല്ലോ. രണ്ടും ആകുമ്പോൾ തന്നെ നമ്മൾ എന്ത് പറയാം? ദിസ് n is a semi group അല്ലെ. Thus n is a semi group. Natural number under addition is a semi group. Natural numbers addition എന്ന ഓപ്പറേഷനിൽ സെമി ഗ്രൂപ്പ് ആണ്. എടോ, ഇനി മൂന്നാമത്തെ കണ്ടീഷൻ മോണോയിഡ് ആവോ? ആരെങ്കിലും പറഞ്ഞ് മോണോയിഡ് ആവണമെങ്കിൽ എന്ത് വേണം? നാച്ചുറൽ നമ്പർ സെറ്റിനകത്ത് ആരേ ഉള്ളൂ? നാച്ചുറൽ നമ്പർ സെറ്റിലെ എലമെന്റ്സ് ആരാടോ? 1, 2, 3, 4 ഇങ്ങനെ പോകുന്ന ആൾക്കാരല്ലേ നാച്ചുറൽ നമ്പർ സെറ്റിലെ ആൾക്കാർ. ഇനി ഇത് മൂന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഗ്രൂപ്പിന്റെ മൂന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഗ്രൂപ്പാണെന്ന് നോക്കിയാൽ പിന്നെ എല്ലാം അറിയാൻ പറ്റുമല്ലോ. ഓക്കെ, ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടാവണം. എന്താണ് ഐഡന്റിറ്റി എലമെന്റ് പ്രത്യേകത? ജിയിലെ ഏത് എലമെന്റ് എടുത്താലും ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും ഒരു ഫിക്സഡ് നാച്ചുറൽ നമ്പർ ഉണ്ടാവണം. എന്ത് ചെയ്യണം? ഈ ഒരു നാച്ചുറൽ നമ്പറിനെ ഫിക്സഡ് നാച്ചുറൽ നമ്പർ കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ അതേ നാച്ചുറൽ നമ്പർ കിട്ടണം. ആരെങ്കിലും ഉണ്ടാണ് ഏതെങ്കിലും നാച്ചുറൽ നമ്പറിനെ ഒരു ഫിക്സഡ് നാച്ചുറൽ നമ്പർ കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ അതേ നാച്ചുറൽ നമ്പറിനെ കിട്ടുന്ന ആരുണ്ട്? ഇപ്പൊ 1നെ ആരെ കൊണ്ട് ആഡ് ചെയ്താൽ 1നെ കിട്ടും. 1നെ 0 കൊണ്ട് ആഡ് ചെയ്താൽ 1 കിട്ടും. പക്ഷെ 0 നാച്ചുറൽ നമ്പർ അല്ല. 2നെ ആരെ കൊണ്ട് ആഡ് ചെയ്താൽ 2 കിട്ടും. 2നെ 0 കൊണ്ട് ആഡ് ചെയ്താൽ 2 കിട്ടും. പക്ഷെ 0 നാച്ചുറൽ നമ്പർ അല്ല. അപ്പൊ നാച്ചുറൽ അടുത്ത് 3നെ ആരെ കൊണ്ട് ആഡ് ചെയ്താൽ 3 തന്നെ കിട്ടും. 3നെ 0 കൊണ്ട് ആഡ് ചെയ്താൽ 3 കിട്ടും. പക്ഷെ 0 നാച്ചുറൽ നമ്പർ അല്ല. ശരിയല്ലേ? അപ്പോ ഐഡന്റിറ്റി എലമെന്റ് ഇല്ല ഇവിടെ അല്ലേ? ഈ സെറ്റിൽ ഐഡന്റിറ്റി എലമെന്റ് ഇല്ല. ഈ സെറ്റിലെ അഡീഷണൽ ഓപ്പറേഷൻ പറയുമ്പോൾ ഐഡന്റിറ്റി എലമെന്റ് ഇല്ല. ഐഡന്റിറ്റി എലമെന്റ് ഇല്ല. പിന്നെ എന്താ?
നോക്കേണ്ട ആവശ്യമുണ്ടോ? സെമി ഗ്രൂപ്പ് അല്ല, സെമി ഗ്രൂപ്പ് ആയി, പക്ഷെ എന്തല്ല മോണോഡും ആവില്ല ഗ്രൂപ്പും ആവില്ല. മോണോഡ് ആവില്ലെങ്കിൽ പിന്നെ ഗ്രൂപ്പ് ആവില്ലല്ലോ അല്ലേ? ശരിയാണോ? ഞാൻ പറയണ കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോ we have n has no additive identity അല്ലേ? n has no additive identity 0 അല്ലേ? thus എന്ത് പറയാം? thus n is not a monoid അല്ലേ? ഓ നോട്ട് എ ഗ്രൂപ്പ്. മോണോഡ് അല്ലെങ്കിൽ പിന്നെ ഗ്രൂപ്പ് അല്ലല്ലോ. മോണോഡും അല്ല ഗ്രൂപ്പും അല്ല. ഇനി എക്സാമ്പിൾ 2. അപ്പോൾ നാച്ചുറൽ നമ്പർ ഏതിലെ അഡീഷണൽ ഓപ്പറേഷനിലാണ്, അത് പ്രത്യേകം പറയുന്നത്. നാച്ചുറൽ നമ്പർ സെറ്റ് അഡീഷണൽ ഓപ്പറേഷൻ. അടുത്ത് നാച്ചുറൽ നമ്പർ സെറ്റ് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞേ മോണോഡ് ആവോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ആവോ? Consider set of all natural number together with the operation multiplication. Multiplication എടുത്താലോ? നമുക്കറിയാലോ പ്രോഡക്റ്റ് ഓഫ് എനി ടു നാച്ചുറൽ നമ്പർ അല്ലേ? We have product of any two natural numbers. Product of any two natural numbers is again a natural number. എന്ത് പറയാം? x into y element of natural number set അല്ലേ? Therefore multiplication is അല്ലേ? Multiplication is closed അല്ലെങ്കിൽ multiplication is binary. Multiplication is a binary operation on set of all natural numbers. അല്ലേ? x ഉം y element of n for every അല്ലേ? For every x, y belongs to n. നാച്ചുറൽ നമ്പറിൽ ഏത് രണ്ട് നാച്ചുറൽ നമ്പർ എടുത്താലും നമ്മൾ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നാച്ചുറൽ നമ്പർ ആയിക്കോളും. Multiplication is a binary operation on natural numbers. ശരിയല്ലേ? നമ്പർ 2. ഇനി let a b c element of natural number ഏതോ 3 element ആണ്. Then we can see that a into b into c is equal to a into bc അല്ലേ? Therefore multiplication associative ആണ്. Multiplication is associative on set of all natural numbers. നാച്ചുറൽ നമ്പർ സെറ്റിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആയി. അപ്പോൾ എന്തായി? രണ്ട് കണ്ടീഷൻ ആയപ്പോൾ സെമി ഗ്രൂപ്പ് ആയി. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. ബൈനറി ഐഡന്റിറ്റി ഉണ്ടോ നോക്കാം. ആരാവണം ഐഡന്റിറ്റി? ഐഡന്റിറ്റി വരണമെങ്കിൽ എന്ത് വരണം? നാച്ചുറൽ നമ്പർ സെറ്റിനകത്ത് ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഏത് നാച്ചുറൽ നമ്പറിനെയും മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ, ഏത് നാച്ചുറൽ നമ്പറിനെയും ഒരു ഫിക്സഡ് നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം നാച്ചുറൽ നമ്പർ കിട്ടണം. ആരായിരിക്കും ആ നാച്ചുറൽ നമ്പർ? അങ്ങനെ ഒരാളുണ്ടോ? ഒരു നാച്ചുറൽ നമ്പറിനെ ഒരു ഫിക്സഡ് നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് വീണ്ടും നാച്ചുറൽ നമ്പർ ആകണം. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫിക്സഡ് നാച്ചുറൽ നമ്പർ ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ആരെങ്കിലും പറഞ്ഞ ആൻസർ ഉണ്ടോ? ഒരു നാച്ചുറൽ നമ്പറിനെ ഒരു ഫിക്സഡ് നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതേ സെയിം നാച്ചുറൽ നമ്പർ കിട്ടണം. അപ്പോൾ 2നെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടും. 3നെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 കിട്ടും. 4നെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 തന്നെ കിട്ടും. 5നെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 തന്നെ കിട്ടും. 6നെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 തന്നെ കിട്ടും. ആര് തന്നെയുണ്ട്? 1 ഉണ്ട്. 1 നാച്ചുറൽ നമ്പർ അല്ലേ? അപ്പോൾ we have
we have x into 1 is equal to x element of n. അല്ലേ? For all x belongs to n, അല്ലേ? 1 n element ആണ്. Therefore നിങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ for each x belongs to n, there exists one element natural number ആണ്, one element of n, so that x into 1 is equal to 1 into x is equal to x for all x belongs to for all x. നമ്മൾ ആദ്യം എടുത്തല്ലോ. Thus 1 is the multiplicative identity on n. 1 is the multiplicative identity on n. ഇനി നോക്കിയേ, ഇൻവേഴ്സ് ഉണ്ടാവോ? അപ്പൊ ഇത്രയായപ്പോ എന്തായി? Hence, set of all natural numbers under the operation multiplication is a monoid. അല്ലേ? ശരിയല്ലേ? 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല ആദ്യത്തെ. അപ്പൊ മോണോഡായി. നാച്ചുറൽ നമ്പർ സെറ്റ് മോണോഡായി അഡീഷൻ ഓപ്പറേഷനിൽ. നേരത്തെ ശ്രദ്ധിക്കണം, ഓപ്പറേഷൻ കൂടി ശ്രദ്ധിക്കണം അവിടെ. നേരത്തെ നാച്ചുറൽ നമ്പർ അല്ല, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനിലൂടെ നേരത്തെ നാച്ചുറൽ നമ്പർ സെറ്റ് അഡീഷൻ എന്ന ഓപ്പറേഷനിൽ എന്തായേ ഉള്ളൂ? മോണോയിഡ് ആയില്ല, അല്ലേ? കാരണം അഡിറ്റ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനിൽ നാച്ചുറൽ നമ്പർ സെറ്റ് മോണോയിഡ് ആയി. അപ്പൊ ശ്രദ്ധിക്കണം, സെറ്റിന്റെ എലമെന്റ്സിന് മാത്രമല്ല അവിടെ ഓപ്പറേഷനും കൂടി പ്രാധാന്യമുണ്ട്. കണ്ടല്ലോ, മാറുന്നത് കണ്ടല്ലോ. ഇനി കൺസിഡർ ഇനി എന്തല്ല, ഗ്രൂപ്പാണോ? മോണോഡ് ആണെന്ന് പറഞ്ഞു, ഗ്രൂപ്പാണോ? ഗ്രൂപ്പാണെങ്കിൽ മോണോഡിൽ കൂടി ഒരു എക്സ്ട്രാ കണ്ടീഷൻ കൂടി, ഇൻവേഴ്സ് കൂടി മതി, അല്ലേ? ആരാ ഇൻവേഴ്സ്? ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ആരാ? 1 ആണ്, അല്ലേ? അപ്പോ 5ന്റെ ഇൻവേഴ്സ് ആരോ? 5നെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും? 5നെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും? 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടുള്ളൂ. പക്ഷേ 5 നാച്ചുറൽ നമ്പർ ആണ്. പക്ഷെ 1/5 എന്തല്ല? നാച്ചുറൽ നമ്പർ അല്ല, ശരിയല്ലേ? 5 നാച്ചുറൽ നമ്പർ ആണ്, 1/5 നാച്ചുറൽ നമ്പർ അല്ല. അപ്പൊ 5ന്റെ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് നാച്ചുറൽ നമ്പർ സെറ്റിനകത്ത് ഇല്ലല്ലോ. അതുകൊണ്ട് എന്തില്ല? ഇൻവേഴ്സ് ഇല്ല. അതേപോലെ 2 നോക്ക്, 2ന്റെ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് ആരാവണം? 2നെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും? 1/2 കൊണ്ട്. 1/2 അവിടെ ഇല്ലല്ലോ. അപ്പൊ നോട്ടായിട്ട് n മൾട്ടിപ്ലിക്കേഷനിൽ മോണോയിഡ് ആയി, പക്ഷെ എന്തല്ല, മൾട്ടിപ്ലിക്കേഷൻ എന്താവൂല? നോട്ട് ഗ്രൂപ്പ് ആവില്ല. എന്താ റീസൺ? അസോസിയേറ്റീവും ബൈനറി അസോസിയേറ്റിവിറ്റിയും വേണം, ഐഡന്റിറ്റി ആയി. പക്ഷെ ഇൻവേഴ്സ് വരാൻ പറ്റൂല. എന്താ കാര്യം? ഫോർ എക്സാമ്പിൾ 3 ഒരു നാച്ചുറൽ നമ്പർ ആണ്, അല്ലേ? ബട്ട് 3 into 1/3 is equal to 1/3 into 3 is equal to 1. Implies 1/3 എവിടെ ഇല്ല? നാച്ചുറൽ നമ്പർ ഇല്ല, അത് റിയൽ നമ്പർ ആണ്, പക്ഷെ നാച്ചുറൽ നമ്പർ അല്ല. 1/3 നാച്ചുറൽ നമ്പർ ആവോ? ദാറ്റ് ഈസ് ഇൻവേഴ്സ് ഓഫ് 1/3 ഡസ് നോട്ട് എക്സിസ്റ്റ്. ശരിയല്ലേ? 3നെ നമുക്ക് ഇവിടെ ഐഡന്റിറ്റി എലമെന്റ് 1 ആയി പോയി. അതുകൊണ്ട് 3നെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 1 കിട്ടുക എന്ന് നോക്കണം. അങ്ങനെയാണ് ഇൻവേഴ്സിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നത്. ഒരു എലമെന്റിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആ എലമെന്റിനെ മറ്റേത് എലമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ എങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഐഡന്റിറ്റി കിട്ടുക. ഇവിടുത്തെ ഐഡന്റിറ്റി 1 ആണ്. അപ്പൊ 3നെ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ 1 കിട്ടുള്ളൂ. പക്ഷെ 1/3 നാച്ചുറൽ നമ്പർ അല്ല. 1/3 നാച്ചുറൽ നമ്പർ ആണ്, അല്ലേ? 0ക്കും 1നും ഇടയ്ക്ക് നാച്ചുറൽ നമ്പർ ഒന്നും ഇല്ലല്ലോ. ആദ്യത്തെ നാച്ചുറൽ നമ്പർ തന്നെ 1 ആണ്. അപ്പൊ 1ന് മുമ്പുള്ള നമ്പറാണ് 1/3. 1/3 ഒരിക്കലും നാച്ചുറൽ നമ്പർ അല്ല. ഇൻവേഴ്സ് ഓഫ് 1/3 എക്സിസ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് എന്തല്ല,
എല്ലാ എലമെന്റ്സിനും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇൻവേഴ്സ് പ്രോപ്പർട്ടി പറയുന്നത് അല്ലെ. ഇവിടെ നാച്ചുറൽ നമ്പർ സെറ്റിലെ 3 എന്ന എലമെന്റിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലെ. ഇൻവേഴ്സ് ഓഫ് 3 ദാറ്റ് ഈസ് 1/3 അങ്ങനെയാണ്. ഇൻവേഴ്സ് ഓഫ് 1/3 എന്നല്ല, ഇൻവേഴ്സ് ഓഫ് 3 ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇൻവേഴ്സ് ഓഫ് 3 ഡസ് നോട്ട് എക്സിസ്റ്റ്. അതുകൊണ്ടൊന്നല്ല, ഇൻവേഴ്സ് പ്രോപ്പർട്ടി ഫെയിൽ ആവും. therefore is not a group അല്ലെ. ഹോമോളജിയൽ ഗ്രൂപ്പ് അല്ല, അത് മോണോഡ് ആണ്, പക്ഷെ എന്തല്ല, ഗ്രൂപ്പ് അല്ല. In example 3, consider set of all integers under addition. Set of all integers addition എന്ന ഓപ്പറേഷനിൽ ഗ്രൂപ്പ് ആണോ? Set of all integers addition എന്ന ഓപ്പറേഷനിൽ ഗ്രൂപ്പ് ആണോ? നമുക്കറിയാലോ. ഫസ്റ്റ് എന്താണ് ഗ്രൂപ്പ് ആണോ നോക്കാൻ വേണ്ടി എന്തൊക്കെ നോക്കണോടെ? ബൈനറി നോക്കണം, അസോസിയേറ്റീവ് നോക്കണം, ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടോ നോക്കണം, ഓരോ എലമെന്റിന് ഇൻവേഴ്സ് ഉണ്ടോ നോക്കണം. 4 കണ്ടീഷൻസ് നോക്കണം. We have sum of any two integers is again an integer. Okay, sum of any two integers is again an integer. രണ്ട് ഇന്റിജേഴ്സിന്റെ സം എപ്പോഴും ഇന്റിജർ ആയിരിക്കും. Therefore x plus y element of z for all x comma y element of z. ഏത് രണ്ട് എക്സും വൈയും, മീനിങ് ഇതാണ്, ഏത് രണ്ട് ഇന്റിജർ സെറ്റിൽ നിന്ന്, ഈ എക്സ് വൈ ഇസെറ്റ് അല്ല, ഇസെറ്റ് എന്ന് വെച്ചാൽ ഇന്റിജർ സെറ്റ് ആണ്. ഈ എക്സും വൈയും ഈ സെറ്റിലെ രണ്ട് എലമെന്റ്സ് ആണ്. ഇസെറ്റ് എന്ന ഇന്റിജർ സെറ്റിലെ ഏത് രണ്ട് എലമെന്റ്സ് എക്സും വൈയും ഉള്ളത്, അത് ഫോർ അവരി ഏത് രണ്ട് എക്സും വൈയും ഇസെറ്റിൽ നിന്ന് എടുത്താലും അവയെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഇസെറ്റിനകത്തുണ്ടെന്നാണ് എന്റെ മീനിങ്. സം ഓഫ് എനി ടു ഇന്റിജേഴ്സ് ഈസ് an again an integer, so x plus y element of z for all x comma y element of z. Thus addition is binary on set of all integers. ഇനി അസോസിയേറ്റീവ് പറയണമല്ലോ അല്ലെ. രണ്ടാമത്തെ ഗ്രൂപ്പ് ആവേണ്ട കണ്ടീഷൻ എന്താ? അല്ലെ, ഗ്രൂപ്പ് ആവേണ്ട രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ഗ്രൂപ്പ് ആവേണ്ട രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ഫസ്റ്റ് എന്ത് വേണം? ബൈനറി ആവണം, രണ്ടാമത് അസോസിയേറ്റീവ് ആവണം, പിന്നെ ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യണം, പിന്നെയോ ഇൻവേഴ്സ് എലമെന്റ് എക്സിസ്റ്റ് ഇല്ല, സോറി, ഇൻവേഴ്സ് എലമെന്റ് എക്സിസ്റ്റ് ചെയ്യണം, ഇൻവേഴ്സ് പ്രോപ്പർട്ടി. ഈ 4 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴേ ഗ്രൂപ്പ് ആവുള്ളൂ. നമുക്കിവിടെ ഇന്റിജർ സെറ്റിലെ രണ്ടാമത്തെ അസോസിയേറ്റിവിറ്റി വളരെ ക്ലിയർ അല്ലേ? വി ഹാവ് എ പ്ലസ് ബി തമ്മിൽ ആഡ് ചെയ്തിട്ട് വീണ്ടും സി അതിനോട് ആഡ് ചെയ്യുന്നതും എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നതും സെയിം അല്ലേ? ഫോർ എവരി എ ബി സി എലമെന്റ് ഓഫ് ജി അല്ലേ? ഫോർ എവരി എ ബി സി എലമെന്റ് ഓഫ് ഇന്റിജർ സെറ്റ്, ശരിയല്ലേ? Therefore addition is associative on z. ഇനി ആരാ ഐഡന്റിറ്റി എലമെന്റ്? നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാ? നാച്ചുറൽ നമ്പേഴ്സ് അണ്ടർ അഡീഷൻ ആണ്. അപ്പൊ ആരായിരിക്കും ഐഡന്റിറ്റി എലമെന്റ്? എല്ലാ നാച്ചുറൽ നമ്പറിനെയും ഫിക്സഡ് ഐഡന്റിറ്റി എലമെന്റ് കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ അതേ എല്ലാ ഇന്റിജേഴ്സിനെയും ഇന്റിജർ സെറ്റ് അല്ലേ, ഇസെറ്റ് ഇന്റിജർ സെറ്റ് അല്ലേ? ഇന്റിജർ സെറ്റ് അറിയാത്തവരുണ്ടോ? ഇന്റിജർ സെറ്റ് ആരാ? ഇന്റിജർ സെറ്റ് അറിയാത്തവരുണ്ടോ? ഇന്റിജർ സെറ്റ് ആരാണ്? -3, -2, -1, 0, 1, 2, 3 എക്സെട്ര ഇങ്ങനെ പോകുന്നതല്ലേ ഇന്റിജർ സെറ്റ്. ഇതിനകത്ത് ആരുണ്ട്? 0 ഉണ്ട്. 0നെ ഏത് എലമെന്റിനോട് ആഡ് ചെയ്താൽ അതേ എലമെന്റ് കിട്ടുമല്ലോ, ശരിയല്ലേ? ഈ 0നോട് ഇതിനകത്തുള്ള ഏത് എലമെന്റ് ആഡ് ചെയ്താൽ അതേ എലമെന്റ് കിട്ടുമല്ലോ. അപ്പോ ഫോർ ഈച്ച് x belongs to z, അല്ലെങ്കിൽ for each x belongs to z there exist ആരുണ്ട്? 0 ഉണ്ട്. 0 element of z, so that x plus 0 is equal to 0 plus x
is equal to x. 0 എന്ന എലമെന്റ് ഇന്റിജർ ആണല്ലോ. Therefore 0 is the additive identity for set. അപ്പോൾ ഐഡന്റിറ്റി ആയല്ലോ. അപ്പോൾ സെമി ഗ്രൂപ്പ് ആയി മോണോഡും ആയി. ഇനി നോക്കാം ഇൻവേഴ്സ് ഉണ്ടോ നോക്കാം. ഇൻവേഴ്സ് ആരാ? 5 ആരെ കൊണ്ട് ആഡ് ചെയ്താൽ 0 കിട്ടും? 5 ഇൻവേഴ്സ് കണ്ടുപിടിക്കണ്ടേ? എല്ലാ എലമെന്റ്സിനും ഇൻവേഴ്സ് കണ്ടുപിടിക്കണല്ലോ, ശരിയല്ലേ? ഇവിടെയുള്ള ഈ സെറ്റിലുള്ള ഓരോ എലമെന്റ്സിന്റെ ഇൻവേഴ്സ് ഇതിനകത്ത് തന്നെ ഉണ്ടെന്ന് പറയണം. അതാണ് ഇൻവേഴ്സ് പ്രോപ്പർട്ടി പറയണം. അപ്പോൾ 0 ഐഡന്റിറ്റി എലമെന്റ്. അപ്പോൾ ഇൻവേഴ്സ് എങ്ങനെ പറയാം? For each A belongs to S, for each A belongs to Z, there exists A എന്നൊരാളുണ്ടെങ്കിൽ ഇന്റിജർ സെറ്റിന്റെ പ്രത്യേകത റൈറ്റ് 0ന്റെ റൈറ്റ് സൈഡിൽ ആളുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലും കറസ്പോണ്ടിങ് ആയിട്ട് ആളുണ്ടല്ലോ. there exists minus A belongs to Z, so that Z plus A plus മൈനസ് എ എന്താ? 0 അല്ലേ? അപ്പോൾ എന് മൈനസ് എ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്താൽ മൈനസ് എനെ എ കൊണ്ട് ആഡ് ചെയ്താലും ആൻസർ എന്ത് വരുള്ളൂ? 0 വരുള്ളൂ. സോ മൈനസ് എ ഈസ് ദ additive inverse of A. Additive inverse of A. മൈനസ് എ ഇസ് ദ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ. അപ്പോൾ ഏതോ ഒരു ആർബിട്രറി എലമെന്റ് ആണ് എ. എക്ക് അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാ എലമെന്റ്സിനും അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവും. Therefore inverse property satisfied on set of all natural numbers, a set of all integers. Thus integer set is a group under addition. Thus integer set is a group under addition. നമ്മൾ പ്ലസ് ഇട്ടല്ലോ.